പോയി കറളേ, എൻ്റെ വീട്ടിലുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ശരിക്കും ഞാൻ മരിക്കാൻ വരെ ഞാൻ പോയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമുക്കുള്ള വീട്ടുകാരിൽ നിന്നും നമുക്ക് കേൾക്കാൻ പറ്റാത്ത കുറേ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ച് പൊടിഞ്ഞു പോകും. അതിപ്പോൾ ഞാനൊന്നല്ല, വേറെ ആരായാലും. ഞാനങ്ങനെ മരിക്കാൻ പോയത് എപ്പോഴാണെന്നറിയാമോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. ആ കാര്യം എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോഴും അറിയത്തില്ല. വേറൊന്നും കൊണ്ടല്ല, SSLC പരീക്ഷ എഴുതി എൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു, നീ തോറ്റു കഴിഞ്ഞാൽ ഇവിടെ കയറരുത്, നീ ഇങ്ങോട്ടും പോയി ചത്തോളണം. കുഞ്ഞന്മാരൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് അവസാനം ഭ്രാന്ത് പിടിച്ച അച്ചാച്ചിയും പറഞ്ഞു, നീ ഇങ്ങോട്ട് കയറരുത്, ഈ പടി ചവിട്ടരുതെന്നൊക്കെ പറഞ്ഞു. തോൽക്കും എന്നുള്ളൊരു ഉറപ്പിന് ഞാനും നിന്നു. ഇനി അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ഉറച്ച തീരുമാനമെടുത്ത് തീർന്നേക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്ന കന്നുകാലിക്ക് കൊടുക്കുന്ന ഒരു മരുന്ന് എടുത്തിങ്ങനെ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടൊരു വീട്ടുകാർ തൊട്ടടുത്തുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആൻസി എന്ന് പറഞ്ഞ ചേച്ചി, ആ ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, എടാ മോനെ നീ ജയിക്കടാന്ന് വിളിച്ചിറങ്ങി. അങ്ങനെ ഞാൻ നെഞ്ച് പൊടിഞ്ഞ് കണ്ണ് നിറഞ്ഞ് എന്തോ സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ട്. ഞാൻ ഈ മരുന്നെടുത്ത് എറിഞ്ഞ് ചെന്ന് വീണത് അപ്പൂപ്പൻ്റെ മുന്നിലാണ്.